മുതിർന്ന നടൻ മധുവിന് ഓണക്കോടി സമ്മാനിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർക്കൊപ്പം എത്തിയിട്ടുണ്ട്. നടൻ മധുവിന്റെ വസതിയിലെത്തി ഓണക്കോടി സമ്മാനിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുതിർന്ന നടനാണ്, അദ്ദേഹം വസതിയിൽ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന് ഓണക്കോടി സമ്മാനിക്കാനായി ഗവർണർ വസതിയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങൾ അതാണ് കാണുന്നത്. 300-ലധികം സിനിമകളിലൂടെ മലയാളത്തിന്റെ ചരിത്ര വളർച്ചയിൽ ആദ്യം മുതൽ തന്നെ കൂടെ നടന്ന ഒരു മനുഷ്യനാണ്, ഒരു സിനിമാക്കാരനാണ്. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച ഒരു മഹാനടനാണ്. അപ്പോൾ മഹാനടന് ഓണക്കോടി സമ്മാനിക്കാൻ എത്തിയിരിക്കുകയായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന്. മേഘനാമരോട് ചേരുന്നു. മേഘന, മലയാള സിനിമയുടെ പൂമുഖത്ത് അങ്ങനെ വലിയ തലപ്പൊക്കമുണ്ടെങ്കിലും തെല്ലുമേ തലക്കനമില്ലാതെ നമ്മുടെ കാരണവർ അങ്ങനെ ഇരിപ്പുണ്ട്. ഹാഷ്മി, തീർച്ചയായും മലയാളികൾക്ക് ഓണക്കാലം എന്നാൽ അതൊരു സിനിമകളുടെ കാലം കൂടിയാണ്. കാരണം ഈ പഴയ ജനറേഷൻ ആളുകൾക്കൊക്കെ കൃത്യമായും കണക്ട് എന്ന രീതിയിലേക്ക് ഈ അന്ന് റിലീസാവുന്ന ഓണക്കാലത്ത് റിലീസാവുന്ന പടങ്ങളെയൊക്കെ കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് മലയാളികൾക്ക് അത് സിനിമകളുടെ കാലം കൂടിയാണ്. ആ ഒരു അർത്ഥത്തിലാണ് മധുവിൻ്റെ വീട്ടിൽ, തിരുവനന്തപുരം കണ്ണമൂലയിലാണ് മധുവിൻ്റെ വീട് നിലനിൽക്കുന്നത്. അവിടെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറുടെ പത്നിയും മധുവിനെ നേരിട്ടെത്തി ആദരവ് പ്രകടിപ്പിക്കാനും മാത്രമല്ല ഓണക്കോടി സമ്മാനിക്കാനും എത്തിയിരിക്കുന്നത്. അതിൽ ഈ സിനിമകളുടെ കാലം, ആ പഴയ മധുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ വീട്ടിലെത്തുമ്പോഴും ഒക്കെ ഒരു സിനിമകളുടെ നീണ്ട നിര തന്നെ. കൂടാതെ ഓണക്കാലത്ത് റിലീസായ പടങ്ങൾ ഉണ്ടാകാം, അതുപോലെ മലയാളികൾ കാത്തിരുന്ന പല പടങ്ങളും ഉണ്ടാകാം. ആ പടങ്ങളുടെയൊക്കെ ഒരു ഓർമ്മയാണ് ഇവിടെ നിന്ന് അയവിറക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഇപ്പോൾ മധു വീട്ടിൽ വിശ്രമത്തിലാണ്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കി കൂടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പത്നിയും ഇവിടെ വീട്ടിലെത്തി സന്ദർശനം നടത്തുകയും ആദരവ് പ്രകടിപ്പിക്കുകയും ഓണക്കോടി സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർ ഇപ്പോഴും വീട്ടിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് ഓണാശംസകളടക്കം പറയുമെന്നും നമ്മൾ കരുതുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപി നേരത്തെ തന്നെ രാജ്ഭവനിലെത്തുകയും ഗവർണറെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കണ്ണമൂലയുള്ള തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള മധുവിനെ ആദരിക്കുകയാണ് മലയാളികളും. അതിൻ്റെ കൂടെ ഗവർണറും സുരേഷ് ഗോപി നേരിട്ടെത്തിയാണ് ഇപ്പോൾ ആദരവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശരി, നടൻ മധുവിന് ഓണക്കോടി സമ്മാനിച്ചിരിക്കുന്നു ഗവർണർ. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.